എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാറൂട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് സദ്യ എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമായിരുന്നു പിറന്നാൾ ആഘോഷിച്ചത്. വെളുപ്പിന് നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് കുളത്തിൽ പോയി കുളിച്ചാണ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ അവൾക്കുള്ള ചെറിയൊരു സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് റെഡിയാക്കിയത് തലേന്ന് ദിവസമായിരുന്നു. അവൾക്കൊരു പാദസരവും കുടയാണ് ഇത്തവണ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിൽ മോളറിയാതെ തന്നെ അവളുടെ മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവൾ ആദ്യം തന്നെ ഈ മേശ തുറന്ന് ബുക്സൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തപ്പോഴാണ് അവൾ ഗിഫ്റ്റ് കണ്ടത്. അവൾക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മോള് കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെയും ഹോമൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ അമ്മാവനും മുത്തശ്ശനൊക്കെ പായസം ഒറ്റയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു. വൈകുന്നേരത്തെ പരിപാടിക്ക് മോളിട്ട ഡ്രസ്സ് ഇതായിരുന്നു. മോളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റ് തന്നെയാണ് വൈകുന്നേരത്തെ ഫംഗ്ഷന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഒരു ആഘോഷമാക്കിയിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. മോളുടെ അച്ഛമ്മമാരും മുത്തശ്ശിയും അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ പാചകം. ഫുഡൊക്കെ റെഡിയാക്കേണ്ട സമയത്ത് ഈ അടുക്കളയിലാണ് ഫുഡൊക്കെ ആക്കുന്നത്. ഇവിടെ കുറേ അടുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വലിയ ഫംഗ്ഷനും ഇവിടെ നടത്താൻ പറ്റുന്നതാണ്. അതിനുവേണ്ട ഫുഡ് ഇവിടുന്ന് റെഡിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പായസം ഞങ്ങളിവിടെ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സേമിയ പായസവും ബിരിയാണി, ചപ്പാത്തിയും മസാലക്കറിയാണ്. ബിരിയാണി അരിയൊക്കെ ഞങ്ങൾ വലിയ കുക്കറിലെടുത്ത് അതിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നത്തെ ചപ്പാത്തിക്ക് ഉരുളകളൊക്കെ വെച്ചിട്ടുണ്ട്. സോയ ചങ്ക്സും ഗ്രീൻ പീസും കറിക്ക് വേണ്ടിയിട്ടും ബിരിയാണിക്കിടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചപ്പാത്തി ഒരാൾ ചപ്പാത്തി ചൂടലായി, മറ്റൊരാൾ ചപ്പാത്തി പരത്തി തന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാം കൂടി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചപ്പാത്തിക്ക് വേണ്ട മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. അപ്പോഴേക്കും പറട്ടിൻ്റെ അച്ഛനാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണിക്ക് സാലഡാണ്, പിന്നെ കറിയായിട്ട് സാലഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചു. പാറൂട്ടിയുടെ അച്ഛന്മാരപ്പോഴേക്കും പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാറൂട്ടിയുടെ ഏട്ടനും അച്ഛനൊക്കെ കൂടി ഇവിടെ ചെറി മുറിക്കുകയാണ്. അച്ഛമ്മയുടെ ചപ്പാത്തി പരത്തി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനിപ്പോൾ ചെറിയും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടി കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഇവിടെ റെഡിയായി. പപ്പടവും പായസവും കണ്ണിമാങ്ങ അച്ചാറും ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുട്ടികളെല്ലാവരും എത്തി. അവരെല്ലാവരും തന്നെ കൈ നിറയെ സമ്മാനങ്ങളും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും. കുറേ നേരം അവർ കളിച്ച് ചിരിച്ച് രസിച്ച്
മോളിത്തവണ സ്കൂളിലേക്ക് പെന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സിന് കൊടുക്കാൻ. മോളുടെ ഫ്രണ്ട്സും മുത്തശ്ശന്മാരും അച്ഛമ്മമാരും അവളുടെ അനിയനും ഏട്ടനും അമ്മാവനും മുത്തശ്ശിയും ഒക്കെ കൊടുത്ത ഗിഫ്റ്റാണ്. അവൾ ഓരോന്ന് വായിച്ച് വളരെ ഹാപ്പി ആയിരുന്നു അവളപ്പോൾ. സോനാപപ്പടി, കുറേ ചോക്ലേറ്റ്സ് ഒക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California, please. Take me back. Take me back to that time. One good friend was in my life. California seems so far away from me, from me, from me. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California, please. Take me back. Take me back to that time. One good friend was in my life. California seems so far away from me, from me, from me. മോളുടെ അമ്മാവനും മുത്തശ്ശിയും മുത്തശ്ശന്മാരും അച്ചമ്മമാരും ചിറ്റമാരും അപ്പന്മാരും ഫ്രണ്ട്സും അനിയന്മാരും ഏട്ടനും അങ്ങനെ എല്ലാവരും കൂടി അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പിയായി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇത്തവണത്തെ പിറന്നാൾ. അങ്ങനെ അവൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു, വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഇത്തവണത്തെ പിറന്നാളിന്. ഇതൊക്കെയാണ് നമ്മുടെ പിറന്നാളിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.